ലല്ലുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കടിക്കാൻ വന്നു. പേടിച്ച് കരഞ്ഞു പോയി ഞങ്ങൾക്ക് കൊച്ചു. കാരണം ഈ കൊച്ചിന്റെ വിവരം തിരക്കാൻ ഇത്രയും സമയമായിട്ട് ഈ ഇന്നലെ നടന്ന സമയം തൊട്ട് ഇന്ന് വരെ ആരും വരാത്തത് കൊണ്ടാണ്. നമസ്കാരം. നമ്മൾ ഈ പട്ടിശല്യത്തെ കുറിച്ച് ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഒരു അമ്മമ്മയെ കടിച്ചു മുറിച്ച വിഷ്വൽസ് ഉൾപ്പെടെ നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് കൻസയാണ്. 6 വയസ്സേ ഉള്ളൂ കുട്ടിയുടെ കാര്യം ഞാൻ പറയാൻ തന്നെ മനസ്സിലാവില്ല. എന്താ കവളൊക്കെ ഉണ്ടോ, പട്ടി കടിച്ച് ഒരു അവസ്ഥ വയ്ക്കണേ. ആ കുട്ടി എന്തുമാത്രം പേടിച്ച് കാണും കൂടി ഒന്ന് നമ്മളെ പ്രേക്ഷകർ ആലോചിക്കണം. ഒറ്റയ്ക്ക് നടന്നു വരുമായിരുന്നു, അപ്പോഴാണ് തിരുനാവായ ആക്രമിച്ചത്. അവിടെ മാത്രമല്ല, കാലിലൊക്കെ ഉണ്ട് മുറിവ്, കാലിലെല്ലാം കടിയുണ്ട്. വല്ലാത്തൊരവസ്ഥ. തിരുനാവായ ഇങ്ങനെ മനുഷ്യജീവന് നേരെ അഗ്രസീവ് ആകുന്ന ഒരു പ്രവണത വളർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് എനിക്ക് തോന്നുന്നുള്ളത് ഇവിടെ അവസാനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ വാക്സിൻ കൊടുക്കുന്നതിൻ്റെ കൃത്രിമത്വം തന്നെ നമ്മൾ തുറന്നു കാട്ടിയിരുന്നു. ഈ വാക്സിൻ എടുത്ത പട്ടികളുടെ കാലിൽ മുണ്ടുനീര് വരെ വരികയും അതൊക്കെ ചത്തുമലയ്ക്കുകയും ചെയ്ത കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നഗരസഭാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നോ ഹെൽത്തിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പെറ്റ് പെരുകയാണ്. കന്നിമാസം കൂടി കഴിഞ്ഞോടി പെറ്റ് പെരുകയാണ്. എല്ലായിടത്തും പഠിച്ചില്ല. എൻ്റെ കൺസമോൾ കണ്ട് സങ്കടം സഹിക്കാൻ വയ്യ. മോളെ കവളെ കടിച്ചു മുറിച്ചു, കാലെ കടിച്ചു മുറിച്ചു. വല്ലാത്ത ഒരു പക്ഷേ നാട്ടുകാർ കണ്ടില്ലായിരുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടേനെ. എങ്കിൽ ഇന്ന് ലോകത്തുള്ള സകല മാധ്യമങ്ങളൊന്നും ഇവിടെ ഉണ്ടായേനെ. എന്തുകൊണ്ടോ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. തത്സമോളെ എങ്ങനെ സംഭവിച്ചെങ്ങനെ? മദ്രസയിൽ വന്നപ്പോഴത്തേക്ക് പള്ളി വിട്ട് വന്നപ്പോ താഴെ ഒരു വട്ടി കയറിയത് ലല്ലുടെ വീട്ടിൽ നിന്ന് എന്നെ കടിക്കാൻ വന്നു. വീട്ടിൽ നിന്നാണ് വന്നത്? ലല്ലുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കടിക്കാൻ വന്നു. തെരുവട്ടിയല്ലേ? എന്നിട്ട് ഒരാള് വന്ന് എന്നെ കല്ലെടുത്ത് എറിഞ്ഞെടുത്ത് വട്ടിയുടെ ഒരാളെ വന്നോളല്ലേ? പക്ഷേ മോൾ അത്രയും കടിച്ചു. മോൾ ആദ്യം തള്ളിയിട്ടോ? മസ്തെ പിടിച്ച് വലിച്ച് കടിച്ചു. കുനിച്ചെടുത്തിട്ട് കടിച്ചു അല്ലേ? എന്നിട്ട് പിന്നെ 2 ആൾക്കാർ വന്ന് കല്ലെടുത്ത് എന്നെ പിടിച്ച് മാറ്റി കല്ലെടുത്ത് എറിഞ്ഞെടുത്ത് പട്ടിയുടെ. അപ്പോഴത്തേക്ക് മോള് കരഞ്ഞോ? പിന്നെ അവള് കടിയിട്ടേ കരയിടും. ഞാനായ കരയിടും. പിന്നീട് എന്തായാലും കുഴപ്പമില്ല, രക്ഷപ്പെട്ടല്ലോ. വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കണുണ്ടോ? ഇപ്പോൾ എടുത്ത് തുടങ്ങി ഇഞ്ചക്ഷനൊക്കെ? ശരി മോളെ, പേടിക്കണം കേട്ടോ. പട്ടികളെ പേടിച്ച് എന്തൊക്കെ പട്ടി സ്നേഹികളുണ്ടായാലും മനുഷ്യൻ്റെ ജീവന് തന്നെയാണ് വില. തീർച്ചയായിട്ടും മനുഷ്യനിക്ക് തന്നെയാണ് വില, പട്ടിക്കല്ല വില. ഈ പട്ടിശല്യം എന്ന് പറയുന്നത് നിരന്തരം ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് മനുഷ്യന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ തീരദേശ മേഖലയിലുള്ള ആൾക്കാർ ജോലിക്ക് പോകുന്നത്. ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് നിരന്തരം ജോലിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ ഈ പട്ടിയെ കാരണമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളങ്ങളിൽ ജോലിക്ക് പോകുന്നവർ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അവിടെ പട്ടി കൂട്ടമായിട്ടിരിക്കുന്നു നിൽക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല എന്നൊരു വിശേഷമാണ്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടിയുള്ളവർ വണ്ടിയിൽ വരും ജോലിക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്ന മുതലപ്പുഴയിലാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഈ വണ്ടി ഇല്ലാത്തവർ വന്ന് എടുക്കാനോ വെക്കാനോ പറ്റൂല. കാര്യം ഒറ്റയ്ക്ക് ഒരാൾ വണ്ടിയിൽ വന്നിട്ട് എടുക്കാൻ പറ്റില്ല. കാര്യം എന്തിനാണ്, ഈ വണ്ടിയിൽ തന്നെ ചാടി വീഴാണ് പട്ടി. ആ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഉള്ള പുല്ലും കാടും അതും ഇതുമൊന്നും ചെത്തി മാറ്റാത്തൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഈ കാടിൻ്റെ ഇടയിലും അവിടെ ഇവിടെയും കൊണ്ടിടുന്ന വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ വേസ്റ്റ് തിന്നാനും എടുക്കാൻ ഈ പട്ടികൾ അവിടെ കൂട്ടം കൂടി നിൽക്കുകയും ഈ പോകുന്ന ആൾക്കാരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. നേരത്തെ ഇത് തന്നെ നമ്മുടെ വെട്ടൂര് തക്യാവ് തൊട്ട് വലിയ പള്ളി വരെ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ ആവശ്യപ്രകാരം അവർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഞാൻ ഫണ്ട് കണ്ടെത്തി അത് വെട്ടി വൃത്തിയാക്കി. അത് പഞ്ചായത്തിൽ നിന്ന് ഒന്നും ചെയ്യാൻ അവരുടെ ഫണ്ടില്ലെന്ന് പറഞ്ഞത് നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഫണ്ട് കണ്ടെത്തി അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. പേടിച്ച് കരഞ്ഞു പോയി ഞങ്ങൾക്ക് കൊച്ചു. കാരണം ഒരു മോളേ ഉള്ളു, ഒന്നേ ഉള്ളു. അപ്പൊ എന്ത് അവസ്ഥയായിരിക്കും ആ ഉമ്മയുടെ ഗതി? ഇത്രയും വളർത്തിയെടുത്ത ഉമ്മ ഈ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാ പിന്നെ ഉമ്മ സഹിക്കുമായിരുന്നു. നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? 11 മണിയായി ഞങ്ങൾ രാവിലെ. ഒരു 10:30 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വരും. വന്നില്ലല്ലേ? വന്നില്ല. എന്നിട്ട് പിന്നെ ഇവിടെ നാട്ടുകാരെന്ന് പറഞ്ഞു അതെ 2 പേര് പിടിച്ചോണ്ട് വന്നു. 2 പേര് പിടിച്ചോണ്ട് വന്നു. മോളെ പട്ടി അടിച്ചെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് വന്നു. വർക്കല ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ട്. ഇന്നിപ്പോ മിഷൻ ആശുപത്രിയിലും കൊണ്ടുപോയി. സർജനെ കാണിക്കാനായിട്ട് കൊണ്ടുപോയായിരുന്നു. സർജൻ പറഞ്ഞു സ്വിച്ചൊന്നും ഇടണ്ട,
പഞ്ചായത്തിൽ നിന്ന് സഹായം കിട്ടുമോ ഇങ്ങനെ പട്ടിയെ ഇതിലോട്ട് അത് കഴിച്ചു? നമുക്ക് അറിഞ്ഞുകൂടാ, അത് കൗൺസിലർ പഞ്ചായത്തിൽ നിന്ന് ആരെയും വിളിച്ചിട്ട് ആരും വരുന്നില്ലല്ലോ. ഈ കൊച്ചിന്റെ വിവരം തിരക്കാൻ ഇത്രയും സമയമായിട്ട് ഈ ഇന്നലെ നടന്ന സമയം തൊട്ട് ഇന്ന് വരെ ആരും വരാത്തത് കൊണ്ടാണ് ഇവർ എന്നെ കിടന്ന് വിളിച്ചാണ് ഞാനിവിടെ വന്നത്. ആരും വന്നില്ല. അതായത് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണെങ്കിലും പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ആരും വന്നിട്ടില്ല. അങ്ങനെയാണ് ഇവര്. ഞാൻ നേരത്തെ ഇവിടെ നിന്ന് മത്സരിച്ച് തോറ്റ ഒരാളാണ്. വെട്ടൂർ പഞ്ചായത്തിൽ 1-ാം വാർഡിൽ നിന്ന് മത്സരിച്ച് തോറ്റ ആളാണ് ഞാൻ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇവര് എന്നെ വിളിച്ചു, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഈ കൊച്ചിന്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞു, ഇതിനൊരു പിന്നെ ചാനലിൽ വാർത്ത കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. എന്നെ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് അപേക്ഷ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. വളരെ തിരക്കിലിരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ ഫീൽഡ് വർക്ക് ഒക്കെയാണ്. ഞാൻ ഇപ്പോൾ മത്സരിക്കുന്ന ആളാണ്. ആ ഫീൽഡ് വർക്കിൻ്റെ ഇടയിലും ഒരു കല്യാണ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ ഓടി വരുന്നത്. മെമ്പർ അറിയിച്ചായിരുന്നു വിളിച്ച്? ഏതായാലും ഈ ജയിപ്പിച്ചു വിടുന്ന എന്താ പറയുക സ്ഥാനാർത്ഥികളൊക്കെ ഈ പറയുന്ന ഇത്രയും ഒരു അത്യാഘാതം നടക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാത്തുള്ള നിർഭാഗ്യകരമായ ശ്രമമായി പോയി. കാരണം വെച്ചാൽ ഒരു അപൂർവമാണ്. ഒരു കുട്ടിയെ, ഒരു 6 വയസ്സുള്ള കുട്ടിയൊക്കെ പട്ടി കടിച്ചുരുട്ടി ദേഹമാസകരം കടിയേൽക്കുക എന്നത് അപൂർവമാണ്. അത്ര ഒരു സംഭവം നടക്കുമ്പോൾ എന്തായാലും മെമ്പറത്തരം ഈ പറയുന്ന തെരുവുനായെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതാണ് വേണ്ടത്. അതില്ലെന്നാണ് വീട്ടുകാർ നാട്ടുകാർ ഇപ്പോൾ പരാതിപ്പെടുന്നത്. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീ കുമാര സൈനിങ് ഓഫ്.